സിറത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കണം എന്നുള്ളൂ. അപ്പൊ എനിക്ക് എളുപ്പത്തിന് ഈ ഒരു ടിപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് ഇതേപോലെ തന്നെ നമ്മള് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത്. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എല്ലാവരും ചെറുപ്പമായിട്ടിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ക്രീംസ് എന്ന് വേണ്ട സകല ബ്യൂട്ടി പ്രൊഡക്ട്സും നമ്മൾ ഇതിന് വാങ്ങിച്ചു കൂട്ടാറുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീംസ് മേടിക്കുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, ഷീറ്റ് മാസ്ക് ഉപയോഗിക്കണം, അങ്ങനെ പല രീതിയിൽ നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു പക്ഷേ പല രീതിയിൽ നമ്മളെ സ്കിന്നിന് ഡാമേജ് ആക്കാറുണ്ട്. നമ്മൾ ഇത്തിരി ഹാർംഫുൾ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഈ ഇങ്ങനെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. നാച്ചുറലി ഒന്ന് ഗ്ലോ ആവാനും ഒന്ന് ബ്രൈറ്റ് ആവാനും ഒന്ന് യങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് നാച്ചുറലി തന്നെ വീട്ടിൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വിടാം. അപ്പൊ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊക്കനട്ട് ഓയിലാണ് കേട്ടോ. ഞാനിപ്പോ ഇതൊരു സിറത്തിന്റെ ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കണം എന്നുള്ളൂ. അപ്പൊ എനിക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഡെയിലി നമ്മുടെ റൂട്ടീനിൽ ഉള്ള ഒരു സംഭവമാണ് ഈ കൊക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനും നമ്മുടെ ചിലവര് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഡെയിലി നമ്മുടെ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ടിപ്പ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിക്കുന്നതിന് മുന്നേ എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഡെയിലി കുളിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുന്നേ ഇതേപോലെ ചെയ്തൊന്ന് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഫേസ് സാധാരണ നമ്മൾ കുളിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ. അപ്പൊ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ സ്കിൻ നല്ല ഗ്ലോ ആവും, പിന്നെ നന്നായിട്ട് തന്നെ ഒരു യങ് ആവും കേട്ടോ. അപ്പൊ ക്രീംസും അങ്ങനെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയണത്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കാനും അപ്പൊ ഓട്ടോമാറ്റിക്കലി കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ടും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.